ഹലോ ചമ്പിനി പൂവിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രവതിയും കൂടെ ആ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. ഇപ്പോൾ രവി ചോദിക്കുന്ന അടുത്ത സച്ചിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മലേഷ്യയിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എല്ലാം റെഡിയാക്കുന്നു പറയുന്നു. അങ്ങനെ നമുക്ക് ഒപ്പിടിപ്പിച്ചിട്ട് പോയിട്ടുണ്ടല്ലോ, അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടേക്ക് പോകാനുള്ള പരിപാടിയല്ല, ഈ ഒരു ഡ്രാമ ആണെന്ന് സച്ചിക്കും രവതിക്കും മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഇത് അറിഞ്ഞപ്പോൾ ശ്രുതി ആകെ ഇങ്ങനെ വിഷമിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, ശ്രുതിക്കൊരു തീരുമാനം എടുക്കാൻ കഴിവില്ലായിട്ടാണ്, അല്ലെങ്കിൽ സച്ചി ഉണ്ടല്ലേ രവതിക്കൊപ്പം നിൽക്കും, കട്ടയ്ക്ക് നിൽക്കും ഓരോ തീരുമാനം എടുക്കാനായിട്ട്. ശ്രുതി സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഈ തീരുമാനം ഇല്ലാതാക്കും. അമ്മയെടുത്ത് ഇപ്പോൾ പോകണ്ട, മറ്റേതെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പോഴവിടെ ചെന്ന് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന അച്ഛനെ കാണുമ്പോൾ അച്ഛനത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഒരു അവസ്ഥയിൽ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ജയിലിൽ ചെന്ന് കാണുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയാണ്, അത് തീരെ ശരിയല്ല, അതുകൊണ്ട് അങ്ങനെ പോകണ്ടെന്ന് പറയാൻ. അത് കേട്ട മതി കേൾക്കാതെ മതി. ശ്രുതി വരികയാണ്. ശ്രുതി വരുമ്പോൾ അവിടെ എല്ലാവരും ഇരിപ്പുണ്ട്, അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്മയെടുത്തെന്ന് പറഞ്ഞാൽ, അമ്മേ നിങ്ങൾ എന്തായാലും മലേഷ്യയിലേക്ക് പോകണ്ട, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകാനാണ് പറയുന്നത്, അല്ലെങ്കിൽ അമ്മ ഞാൻ പിന്നെ ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്നെ ഇതുവരെ നീ എങ്ങും കൊണ്ടുപോയിട്ടുമില്ല, എന്നെ എങ്ങും വിളിച്ചിട്ടുമില്ല, പറഞ്ഞു പറ്റിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഞാൻ സച്ചിയോടൊപ്പം പോകാമെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ടാണ് സച്ചി ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പം നോക്കുമ്പോൾ പാർലറേട്ടത്തിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. ശ്രുതി മുകളിൽ നിൽപ്പുണ്ട്, മുകളിൽ നിന്ന് കാണുന്നുണ്ട് സച്ചി ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ആരാണ് പാർലറേട്ടത്തിൽ പറഞ്ഞതെന്നാണോ ഇങ്ങനെ പറയാനായിട്ട് എന്ന് ചോദിക്കണം. അതൊന്നുമല്ല, ഞാൻ പറഞ്ഞതാണ്, എന്തായാലും ഞങ്ങൾ പോകും, ഈ ഒരു സമയത്താണ് അദ്ദേഹത്തെ പോയി കാണുന്നത്, അതിന് ശേഷം കണ്ടു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ പോകാമേ, അച്ഛൻ ജയിലിൽ നിന്ന് ഇപ്പോൾ ഉടനെ ഇറങ്ങാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതിന് ശേഷം പോയി കണ്ടു കഴിഞ്ഞാൽ അത് സമാധാനമാവും എന്ന് പറയുന്നു. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അതിന് ശേഷം ഇറങ്ങിപ്പോയി കണ്ടിട്ട് അദ്ദേഹം ചോദിക്കത്തില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഒരു ആപത്ത് സമയത്തിൽ എല്ലാവരും ചെന്ന് കണ്ടത്, അത് തന്നെ രവീന്ദ്രനും പറയുകയാണ്, ആ സമയത്ത് എന്തുകൊണ്ട് വന്നില്ല. അപ്പോൾ ചന്ദ്രയും രവീന്ദ്രനും ഒക്കെ അതിനെയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്, സംസാരിക്കുകയാണ്. ശ്രുതിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ശ്രുതി ഇങ്ങനെ ആകെ വിഷമിച്ചിട്ട് അവസാനം ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഇവരെ അവരുടെ യാത്ര ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചന്ദ്ര പറയുന്നത്, ഉറപ്പായിട്ട് ഈ സമയത്താണ് പോയി കാണുന്നത്, അദ്ദേഹത്തെ കണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റിയ സമയം ഇതാണ്, ഇതിൽ കൂടുതൽ നല്ലൊരു അവസരം ഇനി കിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടുന്ന് സച്ചി രേവതി അങ്ങ് മാറുകയാണ്. എന്നിട്ട് സച്ചി രേവതി ചോദിക്കുന്നുണ്ട് സച്ചി, ഇതിന് അടുത്ത പ്ലാൻ എന്താണ്? ഉറപ്പായിട്ടും പാർലറേട്ടത്തേക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു സാഹചര്യം ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും പണി അവർ കണ്ടുപിടിക്കും, അതാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടതെന്ന് പറയണം. അതുപോലെ തന്നെ അടുത്ത പണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ശ്രുതി നേരെ മീര എടുത്തു പോകുന്നു. മീര എടുത്ത് പറയുമ്പോൾ മീര നേരത്തെ എല്ലാം വീരാനിക്കയെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇനി അടുത്ത ഇളയച്ചനായിട്ട് ഒരുക്കിയിരുന്നത് വീരാനിക്ക, അപ്പോൾ അവനൊരു തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതേ പറഞ്ഞതുമല്ല, വീരാനിക്ക എത്തുകയും ചെയ്തു. അപ്പോൾ വീരാനിക്ക എന്താ മീരമോളെ സുഖമാണെന്നൊക്കെ ചോദിച്ച് നോക്കുമ്പോൾ ശ്രുതി അവിടെ ഇരിക്കുന്നതാണ്. ഇത് ഏതാണ്ട് പരിപാടി ഒപ്പിച്ചിട്ട് വന്നിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും മനുഷ്യനെ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി സാറെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. സാറോ എന്നെയോ? അതെ സാറേ, ഞങ്ങളെ ഒരു പാട്ടൊന്ന് രക്ഷിക്കണം, ഇങ്ങനെ ഒരു അബദ്ധത്തിൽപ്പെട്ടിരിക്കുക കാര്യങ്ങളെല്ലാം പറയുകയാണ്, അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യം കൂടി മതിയോ, എനിക്കതൊന്നും പറ്റില്ല, ഇത്രയും തന്നെ ചെയ്തത് എനിക്കൊരു ഫാമിലി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ, ആ പ്രശ്നമാകും, സച്ചി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിക്കടയിൽ ആടിനെ ഉരിഞ്ഞ് കെട്ടുന്ന മാതിരി എന്നെ കെട്ടും, എൻ്റെ ജീവിതം തന്നെ പോക്കാം, അതുകൊണ്ട് എന്നെ അങ്ങ് വിട്ടേക്കാൻ പറയണം. അപ്പോൾ ശ്രുതി പറഞ്ഞു, സാർ അങ്ങനെ പറയരുത്, എനിക്കിതൊരു ലാസ്റ്റ് ചാൻസ്, ഇനി ഇങ്ങനൊരു ചാൻസ് ഇനി ഞാൻ പറയില്ല, ഇതൊരു ലാസ്റ്റ്, എനിക്ക് എൻ്റെ ആഗ്രഹിച്ച ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം, അതിനുവേണ്ടി പ്ലീസ് സാർ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഒരുവിധം വീരാനിക്ക സമ്മതിച്ചിരിക്കുകയാണ്. ഈ പ്രാവശ്യം കൂടി ലാസ്റ്റ് ഒരു സമ്മതം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സന്തോഷമായി. ശ്രുതി നല്ല സന്തോഷത്തെ ഇങ്ങനെ നിൽക്കുന്ന രംഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണിക്ക് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നല്ല ചിരിയൊക്കെ ചിരിച്ചവിടെ നിൽക്കുകയാണ്, കാരണം അടുത്ത പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് എന്തൊക്കെയാണ് വിശദമായിട്ട് നമുക്ക് അടുത്ത പ്രൊമോയിൽ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും ശ്രുതി അടുത്ത അബദ്ധത്തിലേക്കാണ്, കാരണം ഈ ഒരു സച്ചി ആണെങ്കിൽ ഈ അടുത്ത ശ്രുതിയുടെ കാൽവയ്പ് എന്താണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അതിൽ നിന്ന് അടുത്ത ഇനിയിപ്പോൾ കണ്ടെത്തലുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.